ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനുമായി വേറിട്ടൊരു മാതൃക തീർത്ത് ഇലഞ്ഞി പഞ്ചായത്തും വിസാറ്റ് NCC യൂണിറ്റും പരിസ്ഥിതി ദിനം ആചരിച്ചു. കോളേജ് ക്യാമ്പസിൽ നടന്ന ഇലഞ്ഞി പൂമണം ഹരിത പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു നിർവഹിച്ചു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കടന്നുകയറ്റം, പ്രകൃതിയിലേക്ക് അമിതമായ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ തന്നെ താളം തെറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പോക്കുണ്ടായപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് നമുക്ക് ആവശ്യം. പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ പ്രാധാന്യം. ഇപ്പൊ പഞ്ചായത്തുകൾക്കൊക്കെ ഇത് ഭയങ്കരമായി ഇപ്പോൾ ഓരോ വർഷവും പലരും കളിയാക്കി ചോദിക്കും, 72 മുതൽ 2026 വരെ വെച്ച മരങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എല്ലാത്തിനും നമുക്ക് കൃത്യമായ മറുപടി ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊരു ഭയങ്കരമായ ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് അവരിലേക്ക് എത്തിക്കുന്നതിന് ഈ പരിസ്ഥിതി ദിനം ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു ദിനം വരുമ്പോഴെങ്കിലും പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിലുണ്ടാവും. നമുക്കറിയാം, ഓരോ വർഷം ചെല്ലുന്തോറും ഇപ്പൊ എല്ലിനോ പ്രതിഭാസം പോലെയുള്ള പല പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നതിൻ്റെയൊക്കെ പേര് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഇപ്പൊ നമുക്ക് മലയാളികൾക്ക് പോലും ഈ കഴിഞ്ഞ ആഴ്ച വരെ ചൂട് കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു, പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു, AC നിന്ന് പുറത്തിറങ്ങാൻ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിൻസി ജോജി അധ്യക്ഷത വഹിച്ചു. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് സൈമൺ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തുമായിട്ട് സംസാരിച്ചതനുസരിച്ച് വിസാറ്റിലെ സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ ഇലഞ്ഞി പൂമണം എന്നുള്ള ഒരു പ്രോജക്റ്റ് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ മാക്സിമം സ്ഥലത്ത് ഇലഞ്ഞി തൈകൾ നട്ടുകൊണ്ട് നല്ല ഒരു ഇലഞ്ഞി ഗാർഡൻ നമ്മുടെ ആക്കി മാറ്റുവാനായിട്ട്, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ അങ്ങനെ ഒരു ഗാർഡൻ ആക്കി മാറ്റുവാൻ. ചലച്ചിത്ര നടി രഞ്ജിനി ജോർജ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ MP ജോസഫ്, മോളി എബ്രഹാം, സുരേഷ് നാണക്കുട്ടൻ, സിജി പീറ്റർ, യൂണിയൻ ചെയർമാൻ അദ്വൈത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇല്ലെങ്കിൽ മണ്ണിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു കർഷകൻ നട്ടതിന്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്നത്. അത് വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതാണെങ്കിലും നമ്മുടെ പറമ്പിലുണ്ടാകുന്നതാണെങ്കിലും. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊരു അമ്മയായപ്പോൾ നമ്മുടെ വീട്ടിലെ സൈഡിലൊക്കെ ഇങ്ങനെ കാന്താരി, ചീനിയോ അങ്ങനത്തെ കരിവേപ്പില നട്ടുപിടിപ്പിക്കുമല്ലോ. അത് തൈയായിട്ട് നട്ടുവെച്ച് അതിന് വളം ചെയ്ത് അത് ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ചെടി നട്ട് അത് വളർന്നു വരാൻ എന്തുമാത്രം എഫേർട്ട് അതിന്റെ പുറകിലുണ്ടെന്ന്. അങ്ങനെയുള്ള PRO ഷാജി ആറ്റുപുറം, ഓപ്പറേഷൻസ് മാനേജർ ഫാദർ മോഹൻ ജോസഫ്, ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി ആന്റണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള വൃക്ഷത്തൈകളുടെ വിതരണവും നടന്നു.